ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. എൻ്റെ വീട് തൈക്കുടത്താണ്. ഞാൻ എല്ലാ ഞായറാഴ്ചയും വീട്ടിൽ പോകും, വൈകുന്നേരം വീട്ടിൽ പോകും. എന്നിട്ട് തിരിച്ച് ഞാൻ കച്ചേരിപ്പടിയിലേക്ക് വരുമ്പോൾ എനിക്ക് പല വഴിയിലൂടെ വരാൻ പറ്റും. എനിക്ക് മേനക വഴി വരാം, MG റോഡ് വഴി വരാം, അല്ലെങ്കിൽ കടവന്ത്രം തിരിഞ്ഞ് കലൂർ കത്തർക്കട വഴി വരാം. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കലൂർ കത്തർക്കട വഴി വരാനാണ്. വേറൊന്നുമല്ല, അവിടെ ട്രാഫിക് സിഗ്നൽസ് ഇല്ല. ഇപ്പോൾ MG റോഡ് വഴി പോകുകയാണെങ്കിൽ 5 ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്. പക്ഷേ ഈ കലൂർ കത്തർക്കട വഴി വന്നു കഴിഞ്ഞാൽ ഒറ്റ ട്രാഫിക് സിഗ്നൽസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ അതിലൂടെ വരും. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ടെൻഡൻസിയാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. നമുക്ക് പലർക്കും ഉള്ളൊരു കാര്യമാണ്. ഒരു പഠനം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ ഈ ട്രാഫിക് സിഗ്നലിൽ നിന്ന് കളയുന്നത് 5 മാസമാണ്. 5 മാസമാണ് പോകുന്നത് ഒരാളുടെ ആയുസ്സിൽ, ലൈഫിൽ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്ന സമയം ട്രാഫിക് സിഗ്നലിൽ നിന്നുകൊണ്ട് മാത്രം. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ക്യൂ നിൽക്കാറുണ്ടല്ലോ. നമ്മൾ ക്യൂവിൽ നിന്ന് കളയുന്ന സമയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് 5 വർഷമാണ്, 5 ഇയേഴ്സാണ്. ഇപ്പോൾ ലോങ് ടൈം ഓഫ് വെയിറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ സാധാരണ എല്ലാവർക്കും തന്നെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിപ്പോൾ റീൽസ് കാണുന്നു, എല്ലാ റീൽസും നോക്കി നിങ്ങൾ 1 മിനിറ്റ് താഴെയാണ് റീൽസ് ഉള്ളത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ സ്വൈപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവാണ്. നമുക്ക് അത്ര ഫാസ്റ്റ്നെസ് വേണം, നമുക്കിങ്ങനെ കാത്തിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടണമെന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ പ്രോബ്ലമാണത്, വലിയൊരു പ്രോബ്ലമാണ്. അങ്ങനെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഞായറാഴ്ച വായിക്കുന്ന ഗോസ്പലിൽ കാത്തിരുന്ന 2 വലിയ ആൾക്കാരെ കാണുന്നത്. അത് ശിമയോനാണ്, അത് അന്നയാണ്. ഈ 2 പേരും കർത്താവിന് വേണ്ടി കാത്തിരുന്ന ആൾക്കാരാണ്. അത് എത്രയോ വർഷങ്ങൾ നിങ്ങൾ ആലോചിച്ച് വയ്ക്കണം. ട്രഡീഷൻ പറയുന്നത് ശിമയോൻ്റെ വയസ്സ് അന്ന് 113 113 വയസ്സ്. പല ട്രഡീഷനിലും പറയുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് ഇങ്ങനെ കുറഞ്ഞ്, കാഴ്ചയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, കാരണം കാഴ്ച നഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ മനുഷ്യൻ 113 വർഷം ഈശോയ്ക്ക് കൊണ്ട് കാത്തിരുന്നിട്ട് ഈശോനെ എങ്ങനെ തിരിച്ചറിഞ്ഞു? ആ ദേവാലയത്തിൽ ഈശോനെ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അതുപോലെ എത്രയോ കുട്ടികളെ ഇങ്ങനെ സമർപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. അവിടെ കരച്ചിലേക്ക് ഇങ്ങനെ പല കുട്ടികളുടെ കരച്ചിലിങ്ങനെ ഉയർന്നിട്ടുണ്ടാവും. ഇതാണ് ഈശോയുടെ കരച്ചിലെന്ന് എങ്ങനെയാണ് ശിമയോന് മനസ്സിലായത്? കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട്, ആത്മാവ് നയിച്ചുകൊണ്ട് വരുന്ന പറയാം. ആത്മാവ് പറഞ്ഞു, ആത്മാവ് നയിച്ചു വന്ന് കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ, ഈശോനെ കണ്ടു കഴിയുമ്പോൾ എന്താണ് ശിമയോൻ പറയുന്നത്? എൻ്റെ കണ്ണുകൾ കാണേണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞു, ഇനി എന്നെ അങ്ങോട്ട് എടുത്തോ. ഐ സീൻ എവറിത്തിങ്, എല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ശിമയോനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 113 വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫ്രൂട്ടാണ് ശിമയോന് കിട്ടുന്നത്. ഇതുപോലെ തന്നെ അന്നയെ നോക്കുമ്പോൾ അന്നയ്ക്ക് എത്ര വയസ്സുണ്ട്? 84 വയസ്സുണ്ടെന്നാണ് പറയാം ബൈബിൾ. വിധവയായിട്ട് പിന്നീട് ഇത്ര 56 വർഷം ഇങ്ങനെ ദേവാലയത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇവർ. നമ്മൾ ചെറിയൊരു കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വളരെ അപ്സെറ്റ് ആവും. നമ്മൾ ഒരാഴ്ച പോലും നമുക്കൊരു കാര്യം ദൈവത്തോട് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറയാം, ഞാൻ നിർത്തി, ഞാൻ പ്രാർത്ഥന നിർത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ഷമകെട്ടൊക്കെ പോകാറുണ്ട്. പക്ഷെ അന്നെ കാത്തിരുന്ന് എത്ര വർഷമാണ്, എത്രയോ വീക്കുകളാണ്. 4368 ആഴ്ചയാണ് അന്നെ കാത്തിരുന്ന് പറയാം. അതിങ്ങനെ മണിക്കൂറാക്കുമ്പോഴേക്കും 7,33,628 മണിക്കൂറുകളാണ് അന്ന തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കാണാൻ വേണ്ടി കാത്തിരുന്നത്. ഇറ്റ്സ് എ ലോങ് ടൈം വെയിറ്റിംഗ്. നമുക്കിതുപോലെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ചില കാര്യങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ ദൈവം തന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ അസ്വസ്ഥരാകും, നമ്മൾ വഴക്കിടും. അത് വീട്ടിൽ നമ്മുടെ വീട്ടുകാരോട് ചോദിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും എൻ്റെ അനിയൻ്റെ കുഞ്ഞ്, അവന് 5 വയസ്സുള്ള, അവൻ ഭയങ്കര നിലവിളി. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിൻ്റെ കരയുന്ന എന്തിനാ? അപ്പോൾ അവൻ്റെ അപ്പന് ഓടിക്കുന്ന പോലത്തെ ഒരു ബൈക്ക് വേണം, അപ്പന് ഓടിക്കുന്ന പോലത്തെ ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞൊരു കരച്ചിലാണ്. അവനറിയത്തില്ല അത് അവന് ഓടിക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ അവൻ്റെ അപ്പനറിയാലോ, നമുക്കറിയാലോ അത് അവന് പറ്റത്തില്ല. ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ ജീവിതത്തിൽ. നമുക്കതിപ്പോൾ തന്നിട്ട് കാര്യമില്ലെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവം തരില്ല. അതുകൊണ്ട് ദൈവം പറയും, നീ വെയിറ്റ് ചെയ്യടാ, ഞാൻ തരാം, നീ ഒന്ന് ഒരുങ്ങ്, എന്നിട്ട് ഞാൻ നിനക്ക് തരാമെന്ന് ഗോഡ് ഈസ് സെയിങ് ടു അസ്. ഇങ്ങനെ പറയാറില്ലേ, ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ് എന്നാ പറയാം. ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്. കാത്തിരിക്കുന്നവനാണ് ദൈവം നല്ല കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ കാത്തിരിക്കണം. ഒരു മനോഹരമായ വെബ് സീരീസ് ഉണ്ട് മോശയെക്കുറിച്ചുള്ളതാണത്. ദ ടെസ്റ്റ്മെൻറ്റ്, ദ സ്റ്റോറി ഓഫ് മോസസ് എന്ന എൻ്റെ പേര്. നെറ്റ്ഫ്ലിക്സിലും ഉണ്ട്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കാണണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെബ് സീരീസാണ്. മോശയുടെ ലൈഫ് വളരെ രസമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫറവോ രാജാവിൻ്റെ അടുത്തുനിന്ന് അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി മോശ വരാണ്, ലീഡറായിട്ട് വരാണ്. എന്നിട്ട് പറയുന്നു, എൻ്റെ ജനങ്ങളെ വിടണം, ഞങ്ങൾക്ക് ആരാധിക്കണം, ഞങ്ങൾ വിടണം എന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. പക്ഷേ ഫറവോ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ദൈവം ഇടപെട്ടിട്ട് മഹാമാരികൾ നടക്കുന്നത്.
അപ്പോൾ ഓരോ മഹാമാരി വരുമ്പോഴും പേടിച്ചിട്ട് ഫറവ് പറയാം നിങ്ങൾ വിടാമെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ഫറവ് പറയും ഈ മഹാമാരിയൊക്കെ മാറിക്കഴിയുമ്പോൾ പറയും ഇല്ല വിടാൻ പറ്റില്ല. എന്നിട്ട് ഫറവ് ചെയ്തിരുന്നത് കൂടുതൽ അവരെ ഭാരപ്പെടുത്തി, കൂടുതൽ മണിക്കൂറുകൾ ജോലി കൊടുത്തു, സമയം നീട്ടി. പിന്നെ അവർക്ക് റേഷൻ കൊടുക്കില്ല, ഫുഡ് കൊടുക്കത്തില്ല, ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ വെട്ടിക്കുറച്ചു. അങ്ങനെ ഓരോ മഹാമാരി കഴിയുമ്പോഴും ഫറവ് രാജാവ് കൂടുതൽ ഭാരങ്ങൾ ഇസ്രായേൽക്കാരുടെ മേത്ത് വെക്കാൻ തുടങ്ങി. ഇസ്രായേൽ ജനങ്ങൾക്ക്, ഈ ഇസ്രായേൽക്കാർക്ക് സങ്കടമായി. അവരെല്ലാം കൂടി മോശയെ കൂട്ടാതെ ഒന്ന് വട്ടം കൂടാണ്, ഗ്രൂപ്പായിട്ട് വരികയാണ്. അപ്പോൾ മോശ വരുന്നതിന് മുമ്പ് അവരുടെ ലീഡറായിരുന്ന ഡാത്താൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്, മോശയെക്കാളും പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇവരൊക്കെ സങ്കടം പറഞ്ഞിട്ട് അവർ തീരുമാനിക്കുന്നതെന്നറിയാമോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫറവോ രാജാവിനോട് പോയി പറയാം, സോറി ഇതുവരെ ചെയ്തതിനൊക്കെ സോറി, ഞങ്ങൾ പഴയ പോലെയൊക്കെ പണിയെടുത്തോളാം, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ആരാധിക്കാൻ പോകണ്ട എന്നൊക്കെ ചെന്ന് പറയാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മോശ കയറി വരുന്നത്. മോശ കയറി വരുമ്പോൾ മോശക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മോശ പറയും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ ഇത്രയും നാൾ പോരാടിയതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ ദൈവം, നമ്മുടെ യാഹ്വേ മഹാനാണ്, നമ്മുടെ ദൈവം പവർഫുള്ളാണ്. നമ്മുടെ ദൈവമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫറവോ രാജാവ് എന്ന് പറഞ്ഞ ഒരു രോമം പോലും അല്ല. അങ്ങനെ പറയുമ്പോഴേക്കും ഡാത്താൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ രോമം പോലും അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് ഫറവോ രാജാവിന് രോമം പോലെ പറിച്ചെറിഞ്ഞ് കളയാത്തത്? എന്തുകൊണ്ടാണ് നമ്മളെ പീഡിപ്പിക്കുന്ന പടയാളികളെ കഴുത്തറുത്ത് കൊല്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ വലിയ മതിലുകളൊക്കെ തകർത്തിങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്താത്തത് എന്നിങ്ങനെ ഡാത്താൻ ചോദിക്കുക. അപ്പോൾ വളരെ ശാന്തതയോടുകൂടി മോശ പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടുന്ന് രക്ഷപ്പെടുക മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മൾ ഒരു രാഷ്ട്രമായിട്ട് മാറണം, നമ്മളൊരു വലിയ ജനതയായിട്ട് മാറണം, നമ്മൾ ഐക്യപ്പെട്ട മനുഷ്യരാവണം. അതിനുവേണ്ടി നമ്മൾ ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ഇടുക എന്നുള്ളതാണ്. ഈ ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി നമ്മൾ വലുതാക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രമായി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ദേവാലയം പണിയുന്ന എഫേർട്ടല്ല, 100 ദേവാലയം പണിയുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഉണ്ടാവണം. അതുകൊണ്ട് ദൈവം നമ്മൾ ഒരുക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഡാത്താനോട്, ടെൽ യുവർ പീപ്പിൾ ടു വെയിറ്റ് ആൻഡ് സഫർ. നിന്റെ ജനത്തോട് പറയാൻ കാത്തിരിക്കാൻ, നിന്നോട് ജനത്തോട് പറയാൻ സഹിക്കാൻ. അപ്പം നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് ദൈവം തന്നില്ലെങ്കിൽ എന്താ ഓർക്കേണ്ടതെന്ന് അറിയാമോ? ദൈവം നമ്മളോട് പറയണം, യു വെയിറ്റ് ആൻഡ് സഫർ. നീ കുറച്ച് കഷ്ടപ്പെട്, നീ കുറച്ച് കാത്തിരിക്കുക, പക്ഷെ നിനക്ക് നൽകാൻ പോകുന്നതെന്നല്ലോ അത് വളരെ മനോഹരമായൊരു കാര്യമായിരിക്കാം. മക്കളെ കാത്തിരിക്കണം. പ്രാർത്ഥനയിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പാരൻസിനോട് ചോദിക്കും. എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, എനിക്കിത് വേണം, എനിക്കത് വേണം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ചിലപ്പോൾ വീട്ടുകാർ പറയടാ വെയിറ്റ് ചെയ്യടാ, ചിലപ്പോൾ അവർക്കത് എഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്കതിനുള്ള പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രായമായിട്ടില്ലെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. ചില പിള്ളേരൊക്കെ 18 വയസ്സാൻ കാത്തു വെക്കാണ്, ലൈസൻസ് എടുത്തിട്ട് ഉടനെ ബൈക്ക് വേണം എന്ന് അവരുടെ ആവശ്യം. എത്രയോ അപകടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് ആദ്യമാണ്, എങ്ങനെയാണ് നിങ്ങൾക്കത് വാങ്ങിച്ചു തരുന്നത്? അപ്പോൾ അവർ പറയുള്ളൂ ഒന്ന് വെയിറ്റ് ചെയ്യടാ എന്നവർ പറയുന്നതേ നല്ല കാര്യത്തിന് വേണ്ട. നമ്മളപ്പോൾ വാശി പിടിക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, അങ്ങനെയുള്ള ചില വിക്രികളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അല്ല, വി ഹവ് ടു വെയിറ്റ്. കാരണം നമ്മുടെ പാരൻസ് നന്നായിട്ട് അറിയാം നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അവർക്ക് സമയമാകുമ്പോൾ അവർ നമുക്ക് തരൂ. നമുക്ക് ചോദിക്കാം, നിങ്ങൾ ചോദിക്കുക, പക്ഷെ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ 2 മാസം മുമ്പ് ഡൽഹിയിലൊരു സംഭവം നിങ്ങൾ വായിച്ചില്ല, ഒരു പയ്യന് അവൻ്റെ ബർത്ത്ഡേക്ക് വീട്ടുകാർ കൊടുത്ത BMW കാറാണ്. അവൻ കാറിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നേച്ചാണ്, അങ്ങനെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അവർക്കുള്ള ഇന്നോവയ്ക്ക് വിട്ടിട്ടാണ് 35 ലക്ഷം രൂപയുടെ BMW കാർ വാങ്ങിച്ചു കൊടുക്കുന്നത്. അവനത് ഇഷ്ടപ്പെട്ടില്ല, കാരണം അവൻ ചോദിച്ചിരുന്ന കാർ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ജഗ്വാറാണ്, അത് ലക്ഷങ്ങൾ വിലയുള്ള കാറാണ്. അപ്പോൾ അവൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ കാർ എന്ത് ചെയ്ത് അവർ യമുന നദി കൊണ്ട് തള്ളിയിട്ടിട്ട് അത് മുങ്ങിപ്പോകുന്ന വീഡിയോ എടുത്ത് വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു ഗിഫ്റ്റായിട്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ 2 മാസം മുമ്പ് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒരു പയ്യൻ അവൻ കാർ ചോദിച്ചു. അപ്പോൾ അവന് ലൈസൻസ് ഇല്ല. അപ്പോൾ അപ്പം പറഞ്ഞ് കാർ തരത്തില്ല. അവൻ ഉടനെ തന്നെ ബൈക്കിൽ നിന്ന് പെട്രോൾ എടുത്തിട്ട് ആ കാറ് കത്തിച്ച് കളഞ്ഞാണ്. ഇത് നമ്മൾ പത്രത്തിൽ വായിച്ച കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്? വെയിറ്റ്, കാത്തിരിക്കുക. അത് പ്രാർത്ഥനയിലായാലും ലൈഫിലായാലും നമ്മുടെ മക്കളെ കാത്തിരിക്കുക. ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് കാത്തിരിക്കുന്നവർക്കാണ്. അന്നയെ പോലെ ശിമിയോനെ പോലെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഹാപ്പി സൺഡേ.